വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 17. സുഹറ. അബ്ദുള്ള ഒരു നിമിഷം താൻ ആരുടെയൊക്കെ മുന്നിലാണ് എന്നോർക്കാതെ പറഞ്ഞുപോയി. പെട്ടെന്നാണ് അയാളുടെ ഭാര്യ അയാളെ തിരിഞ്ഞു നോക്കിയത്. നിങ്ങൾ എന്താ പറയുന്നത്? അവൾ ഒരു സംശയത്തോടെ ചോദിച്ചതും ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ നിന്നിട്ടെന്തിനാ, അകത്തേക്ക് കയറിക്കൂടെ എന്ന് ചോദിച്ചതാ. താൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നിയതും അയാൾ പറഞ്ഞൊപ്പിച്ചു. വന്നു പോയില്ലേ, കേറാതെ പറ്റില്ലല്ലോ, ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അബ്ദുള്ളയെ വീണ്ടും കണ്ട ഷോക്കിലായിരുന്നു സുഹറ. അയാളെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു കാളൽ വന്നു. ആ മുഖത്ത് നോക്കാനാവാതെ അവർ മുഖം കുനിച്ചു. അവരുടെ ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് ആണ്ടുപോയി. ഉമ്മ വരുന്നില്ലേ? ഷാനുവിന്റെ ചോദ്യത്തിൽ നിന്നാണ് അവർ സ്വബോധത്തിലേക്ക് വന്നത്. ആ, വരുന്നു മോനെ, വാ, എല്ലാവരും അകത്തേക്ക് കയറ്. അബ്ദുള്ളയുടെ നേരെ ഒരു നോട്ടം പോലും പോവാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരെ അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരെയും ലിവിംഗ് റൂമിൽ ഇരുത്തിയ ശേഷം സുഹറ നേരെ അടുക്കളയിലേക്ക് പോയി. അവരുടെ ഉമ്മ അവിടെ ചായക്കുള്ള മധുരട ഉണ്ടാക്കുകയായിരുന്നു. ഉമ്മ, അവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ആരാ മോളെ വന്നത്? അവർ സംശയത്തോടെ ചോദിച്ചു. അതു പിന്നെ, അന്ന് ഹോസ്പിറ്റലിൽ നമ്മളെ സഹായിച്ച മോനില്ലേ, അവനും അവന്റെ കുടുംബവും വന്നിട്ടുണ്ട്. അവരൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ വരവിൽ എന്തോ സംശയിച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചതും എനിക്കറിയില്ല ഉമ്മ, ചിലപ്പോ ഇക്കാനെ കാണാൻ വന്നതാവും. ഉമ്മ എന്തായാലും അങ്ങോട്ട് ചെല്ലേ. സുഹറ അവരെ വിരുന്നുകാരോട് സംസാരിക്കാനായി പറഞ്ഞുവിട്ടു. കൂട്ടത്തിൽ അവർക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു. ആ മോന്റെ ഉപ്പയാണോ അയാൾ? അവരെല്ലാവരും എന്തുദ്ദേശത്തിലാണ് ഇവിടേക്ക് വന്നത്? സുഹറയുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും കടന്നുവന്നു. ഞാൻ ലേയുടെ ഉമ്മാമയാ, ഷാനുവിന്റെ കുടുംബത്തോടായി അവർ പറഞ്ഞു. ഇതിൽ ആരാ ലിയമോളുടെ കൂടെ കോളേജിൽ പഠിക്കുന്നത്? നൂറയെയും ഷാനിയെയും നോക്കിക്കൊണ്ട് ഉമ്മാമ ചോദിച്ചു. ഞാനാ, വലിയ താല്പര്യമില്ലാതെ ഷാന മറുപടി പറഞ്ഞു. മോള് പറഞ്ഞിട്ടാണല്ലേ ഈ മോനന്ന് ഹോസ്പിറ്റലിൽ വന്നത്? ഷാനയുടെ മുഖം തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. ഷാന ഒരു ഞെട്ടലോടെ അവരെയും ഷാനുവിനെയും നോക്കി. മോൻ കാരണാ ഞങ്ങൾക്ക്. ഉമ്മാമ, ലിയ എവിടെ? അവരെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഷാനു ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇല്ലെങ്കിൽ താൻ ഹോസ്പിറ്റലിൽ പണം കൊടുത്ത് സഹായിച്ചത് എല്ലാവരോടും പറയുമെന്ന് അവൻ ഭയപ്പെട്ടു. അതുകൂടി അറിഞ്ഞാൽ പിന്നെ ലിയയോട് കൂടുതൽ ദേഷ്യവും വെറുപ്പുമാവും. എന്റെ പണത്തോടാണ് അവളുടെ സ്നേഹം എന്ന് വരെ പറയും എന്നവനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരൊന്നും അറിയരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നതും. ലിയ മോള് മേലെ റൂമിലാടെ മോനെ, ഞാൻ അവളെ വിളിക്കാം. അവർ മുകളിലേക്ക് കയറാൻ തുനിഞ്ഞതും വയ്യാത്ത നിങ്ങൾ കയറണ്ട, ഞാൻ പോയി വിളിക്കാം എന്നവൻ പറഞ്ഞ് മുകളിലേക്ക് കയറി. ഇത് കണ്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഷാനുവിന്റെ ഉമ്മാമ മറിയമ്മക്ക് മാത്രം ചിരി വരുന്നുണ്ട്. അവൻ നേരെ മുകളിൽ ചെന്നു. 3 മുറികളുണ്ടവിടെ, അതിൽ ഏതാണ് അവളുടെ റൂം എന്നവൻ സംശയിച്ചു. 2 റൂമിൽ കയറി നോക്കിയെങ്കിലും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3ാമത്തെ റൂം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി അവൻ അങ്ങോട്ട് നടന്നു. റൂം ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സാധാരണ അങ്ങോട്ട് ആരും കയറി വരാറില്ലായിരുന്നു. അവൻ അവിടെ ഒന്ന് കണ്ണോടിച്ചു. പെണ്ണിനെ അവിടെയെങ്ങും കാണുന്നില്ല. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോ എന്റെ പെണ്ണ് കുളിക്കാണല്ലേ? അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ ആ റൂം മുഴുവൻ ഒന്ന് വീക്ഷിച്ചു. ഒരു വലിയ ബെഡ്, അതിന് 2 വശത്തുമായി 2 ചെറിയ ടീപ്പോയ്, അതിനു മുകളിൽ ചെറിയ ലാമ്പും അവളുടെ ഫോട്ടോ ഫ്രെയിമും. അവളുടെ വാട്സപ്പ് DP-യിലെ ആ ചുവന്ന ഡ്രസ് ഇട്ടിട്ടുള്ള ഫോട്ടോ ആയിരുന്നു ഒന്ന്. അവനത് കയ്യിലെടുത്തു. എന്റെ പെണ്ണെ, എന്ത് മൊഞ്ചാടി നിന്നെ കാണാൻ. നിന്റെ നീരാട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വാ, അവൻ കൊഞ്ചലോടെ പറഞ്ഞ് അവളുടെ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത്.
അതിൽ ഒരു മുത്തവും നൽകി തിരികെ വെച്ചു. റൂമിന്റെ ഒരു ഭാഗം മുഴുവൻ വാർഡ്രോബാണ്. അതിൽ ഒരു ഭാഗത്തായി പഠിക്കാനുള്ള ചെയറും മറ്റുമായി ചെറിയൊരു സ്റ്റഡി ഏരിയയുമുണ്ട്. ഡ്രസ്സുകൾ മുഴുവൻ നല്ല വൃത്തിയായി ഭംഗിയിൽ അടുക്കി വെച്ചിരിക്കുന്നു. റൂമും ആകെ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ് അവളെന്ന് അവന് അതിനകം മനസ്സിലായിരുന്നു. പെട്ടെന്ന് വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ഷാനു കബോർഡിന് പിന്നിലായി ഒളിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന അവളെ അവൻ ഒരു നിമിഷം കണ്ണു ചിമ്മാതെ നോക്കി നിന്നുപോയി. മുട്ടുവരെ മാത്രം ഇറക്കമുള്ള ഒരു ടവൽ മാത്രമാണ് അവളുടെ വേഷം. മുടിയിൽ തോർത്തു ചുറ്റി ഉച്ചിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവൾ നേരെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് തലയിലെ തോർത്തഴിച്ച് മുടി തുവർത്താൻ തുടങ്ങി. ആദ്യം പിന്നിലേക്കാക്കി തോർത്തിക്കൊണ്ടിരുന്നവൾ മുടി മുന്നോട്ടിട്ട് കുനിഞ്ഞു നിന്ന് നന്നായി തോർത്തി. അത് കണ്ടതും അവൻ അവളിലുള്ള നോട്ടം പിൻവലിച്ചു. കാര്യം അവൾ തന്റെ പെണ്ണാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നുവെങ്കിലും തന്റെ മഹറണിയാതെ അവളിൽ മറ്റൊരു മോശമായ തരത്തിലും തന്റെ അവകാശം സ്ഥാപിക്കുന്നത് ശരിയല്ലെന്ന് അവനപ്പോൾ തോന്നി. മുടിയെല്ലാം നന്നായി ഉണക്കിയതിനു ശേഷം അവൾ മാറാനുള്ള ഡ്രസ്സെടുത്ത് ബെഡിൽ വെച്ചു. ശേഷം ആ ടവൽ അഴിക്കാനായി അതിലേക്ക് കൈവച്ചതും പിന്നിൽ നിന്നും ഒരാൾ അവളെ ഒരു കൈകൊണ്ട് വാപുത്തി മറുകൈകൊണ്ട് അവളെ ഇടുപ്പിൽ കൈ ചേർത്ത് അവനോടടുപ്പിച്ചു. പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ വിറകൊണ്ടു. വല്ല കള്ളനും റൂമിൽ കയറിയതാണെന്ന് കരുതി പേടിയോടെ കണ്ണുകളടച്ചു. അവൾ അവന്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ അവളുടെ കാതിനു പിറകിലായി മുഖം കൂടുതൽ അടുപ്പിച്ചു. അയാളുടെ ചുടുശ്വാസം കഴുത്തിനു പിറകിൽ തട്ടിയതും അവൾ ഒന്നുകൂടി പേടിച്ചു. ലിയ. അവൾക്കരികിലായി വന്ന് അയാൾ വിളിച്ചതും താഴ്ത്തി വെച്ചിരുന്ന അവളുടെ മുഖം ഉയർന്നു. ആ സമയം അവളുടെ ഇടുപ്പിൽ നിന്നും അവന്റെ കൈ അയഞ്ഞു. അവൻ അവളെ തിരിച്ച് അവൻ അഭിമുഖമായി നിർത്തി. പേടിയോടെയും സംശയത്തോടെയും ആ മുഖത്തേക്ക് നോക്കിയ അവൾക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. അതുവരെ മറ്റാരോ ആണെന്ന് കരുതി പേടിച്ചു നിന്ന അവൾ അവനെ കണ്ടതും അവന്റെ നെഞ്ചിലായി മുഖമമർത്തി കരഞ്ഞു. ഡി പെണ്ണെ, ഇങ്ങനെ കരയാതെ, ഞാൻ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതല്ലേ. തന്റെ നെഞ്ചിൽ നിന്നും അവളെ അടർത്തി മാറ്റി ആ മുഖം തന്നിലേക്കായി കൈകൾ കൊണ്ട് കോരിയെടുത്തവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ തുടച്ചു. പെട്ടെന്നാണ് അവൻ തന്റെ റൂമിലാണെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. ഷാനു, നീ എങ്ങനെ ഇവിടെ? ആരെങ്കിലും കാണും മുമ്പ് പോയിക്കോ, അവൾ പേടിയോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. വേഗം പോവാൻ, അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു. അതൊക്കെ ഞാൻ പോവാം, മോള് വേഗം ഡ്രസ്സ് മാറി വാ, താഴെ എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കേട്ടതും ഒന്നും മനസ്സിലാവാത്തതുപോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഡി, അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. വേഗം റെഡിയാവ്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ കൺട്രോൾ മൊത്തം പോയിരിക്കുക. പിന്നെ എന്തെങ്കിലും നടന്നിട്ട് എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. അവൻ അത് പറഞ്ഞപ്പോഴാണ് ഏത് വേഷത്തിലാണ് താൻ ഇത്രയും നേരം അവന്റെ മുന്നിൽ നിന്നത് എന്ന് അവൾ ഓർത്തത്. അവൾ തന്റെ ടവലിലുള്ള പിടുത്തം മുറുക്കി കണ്ണുകൾ കുറുകി അവനെ ഒന്ന് നോക്കി. താൻ പോയേ. അവൾ അവനെ തള്ളി റൂമിന് പുറത്താക്കി ഡോർ ലോക്ക് ചെയ്തു. കണ്ണാടിക്ക് മുന്നിലായി നിന്ന് തന്നെ തന്നെ നോക്കിയപ്പോൾ അവൾക്കു തന്നെ നാണം വന്നു. എന്റെ ലിയ, നീ ഇനി എങ്ങനാടി അവന്റെ മുഖത്തേക്ക് നോക്കുന്നേ? അവൾ അവളുടെ തലക്കിട്ട് ഒരു കൊട്ടുകൊടുത്ത് സ്വയം പറഞ്ഞു. അല്ല, അവൻ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? താഴെ ആരൊക്കെയാ എന്നെ വെയിറ്റ് ചെയ്യുന്നേ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും അവൾക്ക് കിട്ടിയില്ല. പിന്നെ വരുന്നത് വരട്ടെ എന്ന് കരുതി ഡ്രസ്സ് മാറി. ഒരു ബ്ലാക്ക് കളർ സൽവാർ ആണിട്ടത്. മുടി മാത്രം ഒന്ന് ചീകി അവൾ താഴേക്ക് ചെന്നു. അവിടെ ആളുകളുള്ളതിന്റെ സംസാരമൊന്നും അധികം കേൾക്കുന്നില്ല. ഇനി
അവൻ എന്നെ പറ്റിച്ചതാണോ? ചിലപ്പോ അവൻ ഉപ്പയെ കാണാനെന്ന് പറഞ്ഞ് വന്നതാവും. അതാകുമ്പോ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ഓർത്ത് അവൾ താഴെ എത്തി. അപ്പോഴാണ് ലിവിംഗ് ഏരിയയിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നത് കണ്ടത്. കൂട്ടത്തിൽ ഷാനയെയും ഷാനുവിന്റെ ഉമ്മാമയെയും കണ്ടപ്പോൾ അവന്റെ വീട്ടുകാർ തന്നെയാണ് മറ്റുള്ളവരും എന്നവൾക്ക് മനസ്സിലായി. തങ്ങളെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ഉമ്മാമ അവളെ അടുത്തേക്ക് വിളിച്ചു. മോളിങ്ങ് വന്നേ. അവർ അവൾക്ക് നേരെ കൈ നീട്ടി വിളിച്ചു. അവൾ അവരുടെ അടുത്തേക്ക് പോയിരുന്നു. സമയങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അവൾ സുന്ദരിയായിരുന്നു. അത് കണ്ട് ഉമ്മാമ നൂറയൊന്നു നോക്കി. എത്രയൊക്കെ സൗന്ദര്യം നൂറയ്ക്കുണ്ടെന്ന് പറഞ്ഞാലും ലേയുടെ അടുത്തു പോലും എത്തില്ലെന്ന് അവർക്കും കൂടെ ഇരിക്കുന്നവർക്കും ഒരുപോലെ തോന്നി. കൂട്ടത്തിൽ അവളുടെ അസൂയയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം നടത്തി. മോൾ ഇപ്പോഴാണോ കോളേജിൽ നിന്ന് വന്നത്? ആ ഉമ്മാമ, ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ എത്താൻ ലേറ്റായി. നിങ്ങൾ വന്നിട്ട് ഒത്തിരി നേരായോ? ഇല്ല മോളെ, ഇപ്പൊ വന്നതേയുള്ളൂ. ഒന്നും കുടിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ പോയി ചായ എടുക്കാം. അതും പറഞ്ഞവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുപ്പിൽ തിളച്ചു പൊന്തുന്ന പാലും നോക്കി ഏതോ ലോകത്തായി നിൽക്കുകയായിരുന്നു സുഹറയപ്പോൾ. ഉമ്മ, ദേ പാല് തിളച്ചു തൂവുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. ഉമ്മ ഇത് എവിടെ നോക്കിയിരിക്കുവാ? അത് മോളെ, ഞാൻ എന്തോ ആലോചിച്ചങ്ങനെ. അവർ പറഞ്ഞൊപ്പിച്ചു. നീ ആ അടയൊക്കെ എടുത്ത് പ്ലേറ്റിലാക്കി വെക്ക്. അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. ആ ഓക്കെ. അവൾ പ്ലേറ്റിലേക്കായി അടകൾ നിരത്തിവെച്ചു. ഈ ഉമ്മ എന്താ അവർ വന്നതിനെ കുറിച്ചൊന്നും ചോദിക്കാത്തത്? ഇനി അവർ പെണ്ണു കാണാൻ തന്നെ വന്നതല്ലേ? അവരെ എല്ലാവരെയും കൂടി കണ്ടപ്പോ ഷാനു ഇന്നലെ പറഞ്ഞതുപോലെ കല്യാണം പെട്ടെന്ന് വേണമെന്നുള്ളത് കൊണ്ട് പെണ്ണു കാണാൻ വന്നതായിരിക്കും എന്നവൾ ഊഹിച്ചിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ചായയും കടികളും ടേബിളിൽ നിരത്തിവെച്ചു. എല്ലാവരും വാ, ഇനി ചായ കുടിച്ചിട്ടാവാം സംസാരം. സുഹറ എല്ലാവരെയും ക്ഷണിച്ചു. രണ്ട് ഉമ്മാമ്മമാരും കൂടി സൊറ പരച്ചിലായിരുന്നു. ബാക്കിയുള്ളവരൊന്നും പരസ്പരം മിണ്ടിയതുപോലുമില്ല. എല്ലാവരും ചേർന്ന് ചായ കുടിച്ചു. ഒട്ടും ഇഷ്ടമില്ലാതെ നിവൃത്തിയേട് കൊണ്ടാണ് ഷാനുവും ഉമ്മാമയും ഒഴികെ ഉള്ളവർ ചായ കുടിച്ചത്. മോളുടെ ഉപ്പ എവിടെയാ കിടക്കുന്നത്? ഉമ്മാമ തന്നെയാണ് അത് ചോദിച്ചതും. വാ, ദാ ഈ മുറിയിലാണ്. സുഹറ അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാവരും അങ്ങോട്ട് ചെന്നു. ലേയുടെ ഉപ്പയെ കണ്ടതും അബ്ദുള്ളയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആരോടും അത് പറയാനും കാണിക്കാനും ആവാതെ അയാൾ നിന്ന് വിറച്ചു. ദാ നോക്ക്, ആരൊക്കെയാ വന്നതെന്ന്. ഉറക്കമായിരുന്ന അയാളെ സുഹറ വിളിച്ചുണർത്തി. അയാൾക്കും ആദ്യം ആരെയും മനസ്സിലായില്ല. പിന്നെ സുഹറ തന്നെ പരിചയപ്പെടുത്തി. സുഹറ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അയാൾ അന്വേഷിച്ചു. അതൊക്കെ ഞങ്ങൾ കുടിച്ചു മോനെ, ഉമ്മാമ സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാണ്. അതെന്താണെന്ന് മനസ്സിലാവാതെ അയാൾ ഭാര്യയെ നോക്കി. അവനും ഒന്നും മനസ്സിലായില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാനാണ് ഞങ്ങളിപ്പോ വന്നത്. അത് കേട്ടതും അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. എന്നാൽ ഈ സമയം നമ്മുടെ പെണ്ണും ചെക്കനും പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറയുകയായിരുന്നു. ലിയക്ക് നല്ല ടെൻഷനുണ്ട്. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. പേടിക്കണ്ടെന്ന് അവനും ഉറപ്പുകൊടുത്തു. അത് പിന്നെ പെട്ടെന്നിങ്ങനെ ചോദിച്ചാൽ അയാൾ എന്ത് പറയണം എന്നറിയാതെ നിന്നു. ഞാൻ മോളെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരിക്കൽ കണ്ടിരുന്നു. അന്നേ എനിക്കവളെ നല്ല ഇഷ്ടായി. പിന്നെ ഷാനുവിനോട് ചോദിച്ചപ്പോ അവനും എതിർപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതത്തിനായി വന്നതാണ് ഞങ്ങളിപ്പോ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അയാൾ പറഞ്ഞു തുടങ്ങിയതും, അതേക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെ കൈ പിടിച്ചു തന്നാലോ.
ഞങ്ങൾ കൊണ്ടുപോകും അവളെ. ഉമ്മാമ നിറഞ്ഞ മനസ്സോടെ അയാളുടെ കൈ പിടിച്ചു പറഞ്ഞതും സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. വാ, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണാം. ഷാന നൂറയെ കൂട്ടി മുകളിലേക്ക് കയറിയതും ലിയയും അവരുടെ പിറകെ പോയി. നമ്മുടെ വീടിന്റെ പകുതി പോലും ഇല്ലല്ലോ ഇത്. ഉച്ചത്തോടെ ഷാന പറഞ്ഞു നിർത്തിയത് ലിയയുടെ മുഖത്തു നോക്കിയാണ്. വീട് വലുതായിട്ടൊന്നും കാര്യമില്ല, അവിടെ ഉള്ളവരുടെ മനസ്സും അതുപോലെ വലുതാവണം. ലിയയും കൊള്ളിച്ചു തന്നെ പറഞ്ഞു. ഡി, അധികം നെകളിക്കൊന്നും വേണ്ട. കണ്ണും കൈയും കാണിച്ച് എന്റെ ഇക്കയെ മടക്കിയെടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിലെ റാണിയായി വാഴാമെന്നൊന്നും നീ കരുതണ്ട. നീ അങ്ങോട്ട് വാ, നരകം കാണിക്കും ഞാൻ. ഷാന അവളുടെ മുഖത്തോടടുത്ത് നിന്ന് അധികം ശബ്ദമില്ലാതെ പറഞ്ഞു. ഞാനവിടെ ഷാനുവിന്റെ പെണ്ണായി വരുമ്പോ ഏത് പദവിയിലായിരിക്കുമെന്ന് നമുക്ക് കാണാം. ലിയയും വാശിയോടെ പറഞ്ഞു. മതി, നിർത്ത്, രണ്ടും കൂടി ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, എനിക്കെന്താ. ഇവള് നമ്മുടെ പണം കണ്ട് തന്നെയാണ് ഇക്കയുമായി അടുത്തത് എന്നെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ആ റനയുടെ ഇക്കാന്റെ പിറകെ ആയിരുന്നു കുറെ നാള്. ഇപ്പോ അതിലും വലിയ പണക്കാരനെ കിട്ടിയപ്പോ അവനെ നൈസായി ഒഴിവാക്കി. അത് കേട്ടതും ലിയ ആകെ ഷോക്കായിപ്പോയി. ദേ, അനാവശ്യം വിളിച്ചു പറയരുത്. റിയാൻ എനിക്കെന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. അവനും എന്നെ റനയെ പോലെയേ കണ്ടിട്ടുള്ളൂ. ലിയ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്ന് പോടി, അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണിതൊക്കെ. വേണമെങ്കിൽ നീ അവനോട് തന്നെ പോയി ചോദിക്ക്. അതും പറഞ്ഞ് ഷാന നൂറയെയും കൂട്ടി താഴേക്ക് നടന്നു. അപ്പോഴതാ മുന്നിൽ എല്ലാം കേട്ടുകൊണ്ട് ഷാന നിൽക്കുന്നു. അവനെ കണ്ട് ഒന്ന് പേടിച്ചെങ്കിലും ഷാന അവനെ മറികടന്ന് പെട്ടെന്ന് താഴേക്കിറങ്ങി. അവൾ പറഞ്ഞതൊക്കെ സത്യാണോ? നിങ്ങൾ തമ്മില് ഇഷ്ടത്തിലായിരുന്നോ? സംശയത്തോടെ ഷാനു അത് ചോദിച്ചതും ലിയ അല്ലെന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചാനു. ഷാന പറയുന്നതൊക്കെ നുണയാ. റിയാൻ ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും ഇടപഴകിയിട്ടില്ല. എനിക്കും അവനൊരു ഇക്കയെ പോലെ തന്നെയാണ്. മതി, കരയണ്ട. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അഥവാ നിനക്ക് അങ്ങനൊരു പാസ്റ്റ് ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോ നീ എന്റേത് മാത്രമാണ്. അത് മാത്രം മതി എനിക്ക്. അവനവളെ കൂടുതൽ അടുപ്പിച്ചതും അവൾ അവൻ പറഞ്ഞതൊക്കെയും കേട്ട് ആ നെഞ്ചിൽ നിന്നും അടർന്നു മാറി. ഷാനു, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ ആദ്യമായും അവസാനമായും സ്നേഹിച്ച പുരുഷൻ അത് ഈ ഷാനു മാത്രമാണ്. അവന്റെ നെഞ്ചിൽ തൊട്ട് അവൾ പറഞ്ഞതും അവളെ സംശയിച്ചതിൽ അവന് എന്തോ പോലെയായി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അതൊക്കെ വെട്ടെ, നീ വേഗം മുഖമൊക്കെ ഒന്ന് കഴുകി വാ. അതും പറഞ്ഞവൻ അവളെ റൂമിലേക്ക് നടത്തി. മുഖമൊക്കെ കഴുകി ഫ്രഷായി വന്നവളെ അവൻ പിറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ പിന്നിലുള്ള മുടി മാറ്റി കഴുത്തിനു പിന്നിലുള്ള ആ കുഞ്ഞു മറുകിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു. ഷാനു, വേണ്ട, ആരെങ്കിലും കാണും, അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവൻ അവിടം സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അവന്റെ ചുടുചുംബനം ഏറ്റതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഒന്നനങ്ങാൻ പോലും ആവാതെ അവൾ തറഞ്ഞു നിന്നു. അവളുടെ വെപ്രാളം കണ്ട് ചിരി വന്നവൻ അവളെ തന്റെ കരവലയത്തിൽ നിന്നും സ്വതന്ത്രയാക്കി. അവൾ പെട്ടെന്ന് തന്നെ മുറിക്കു പുറത്തേക്ക് ഓടി. അത് കണ്ടവൻ ചിരി അടക്കി പിടിക്കാൻ പാടുപെട്ടു. 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം വേണമെന്നും അതുകൊണ്ട് ഒരു എൻഗേജ്മെന്റ് പരിപാടി വേണ്ടെന്നും അവർ തീരുമാനിച്ചു. എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങി. പോകാൻ നേരം അബ്ദുള്ള സുഹ്റയെ തന്നെ നോക്കി നിന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയ തന്റെ പ്രണയത്തെ വീണ്ടും കണ്ടതിലും അതും ഇങ്ങനെയൊരു ബന്ധം സ്ഥാപിക്കാൻ പോകുന്നതിന്റെയുമൊക്കെ ഞെട്ടൽ രണ്ടുപേരിലും ഉണ്ടായിരുന്നു. അയാളുടെ ആ നോട്ടം താങ്ങാനാവാതെ സുഹ്റ തല താഴ്ത്തി. എന്നാ ഞങ്ങളിറങ്ങട്ടെ. ഉമ്മാമ എല്ലാവരോടുമായി യാത്ര പറഞ്ഞിറങ്ങി. ലിയയും അവരോടൊപ്പം കാറ് വരെ നടന്നു. പോട്ടെ മോളെ, ഉമ്മാമ
ഒരിക്കൽ കൂടി അവളോട് യാത്ര പറഞ്ഞു. ഷാനു ആരും കാണാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് കാതോരം ചെന്നു. ഇനി ആരെയും പേടിക്കാതെ എങ്ങോട്ട് വേണേലും പോവാലോ, ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞതും അവന്റെ കയ്യിൽ ഒന്ന് നുള്ളിയവൾ. ഡീ, എനിക്ക് നന്നായി വേദനിച്ചുട്ടോ. അവൾ നുള്ളിയ സ്ഥലത്ത് തടവിക്കൊണ്ടവൻ പറഞ്ഞതും അവൾക്ക് അവനെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. സോറി, അവൾ അവനോടായി ആരും കേൾക്കാതെ പറഞ്ഞു. ഷാനു, നീ വരുന്നില്ലേ? ആമിന ദേഷ്യത്തോടെ ചോദിച്ചു. ആ ഉമ്മ, ദാ വരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഷാനുവും എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് വേഗം കാറിൽ കയറി. ലിയ അവരുടെ കാർ കണ്ണിൽ നിന്നും മായുന്നതുവരെ നോക്കി നിന്നു. അകത്തേക്ക് എങ്ങനെ കയറിപ്പോകും എന്നൊരു പേടി അവൾ ഉള്ളിൽ ഉണ്ട്. ഉപ്പയും ഉമ്മയും ഷാനുവിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നൊരു കൺഫ്യൂഷനും. മോളെ, അകത്തോട്ട് വാ. അവൾ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് കണ്ടതും ഉമ്മ വിളിച്ചു. പിന്നെ അധിക നേരം അവിടെ നിന്ന് വട്ടം കറങ്ങാതെ അവളും അകത്തേക്ക് കയറി. അവൾ നേരെ ഉപ്പയുടെ അടുത്തേക്കാണ് പോയത്. മോളെ, നിനക്ക് വിവാഹത്തിന് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ ഇതുമായി മുന്നോട്ടു പോകുന്നുള്ളൂ. അവളുടെ കയ്യിൽ പിടിച്ച് അയാൾ പറഞ്ഞതും എന്തു പറയുമെന്നറിയാതെ അവൾ തല കുനിച്ചു. പെട്ടെന്ന് ചാടിക്കേറി സമ്മതം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്നാണ് അവൾ ചിന്തിച്ചത്. മോളെ, കണ്ടെടുത്തോളം നല്ല കൂട്ടരാണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആരെന്ന് പോലും അറിയാത്ത നമ്മളെ സഹായിക്കാൻ ആ മോൻ മനസ്സുകാട്ടിയെങ്കിൽ അവന്റെ സ്വഭാവം എത്ര നല്ലതായിരിക്കും. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഉമ്മാമയാണ് പറഞ്ഞത്. എന്താ സുഹറ, നിനക്കൊന്നും പറയാനില്ലേ? എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഭാര്യയോടായി അയാൾ ചോദിച്ചു. അത് പിന്നെ, നമുക്ക് ഈ ബന്ധം വേണോ? അവരൊക്കെ വലിയ പണക്കാരല്ലേ. അവരുടെ നിലക്കും വിലക്കുമൊന്നും നമുക്ക് കല്യാണത്തിന് ഇവിടെ ഒരുക്കാനൊന്നും പറ്റില്ലല്ലോ. അത് പിന്നീട് വിവാഹശേഷം ചിലപ്പോ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമെന്ന് ഉദ്ദേശത്തോടെയാണ് അവർ അത്രയും പറഞ്ഞത്. അത് കേട്ടതും ഉമ്മാമയും ഉപ്പയും ചിരിച്ചു. നീ എന്തായി പറയുന്നേ? നമ്മുടെ ഈ വീടും അവസ്ഥയും എല്ലാം കണ്ടിട്ടല്ലേ അവർ ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പൊ പിന്നെ നീ ഈ പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല. അതോർത്ത് നീ പേടിക്കണ്ട. അങ്ങനെയല്ല ഇക്കാ, അവരിൽ ആ മോന്റെയും ഉമ്മാമയുടെയും മുഖത്തല്ലാതെ വേറെ ആരുടെയും മുഖത്ത് ഒരു ചിരിയോ സന്തോഷമോ കണ്ടിരുന്നോ? ഇല്ല. ആ വീട്ടിൽ അവരൊഴിച്ച് ബാക്കിയുള്ള ആർക്കും നമ്മളുമായുള്ള ഈ ബന്ധത്തിന് താല്പര്യമില്ല. അയാൾ ഈ വിവാഹം നടത്തുമെന്ന പേടിയോടെ സുഹ്റ വീണ്ടും തന്റെ ന്യായം പറഞ്ഞു. അത് ശരിയാണെന്ന് ലിയയുടെ ഒപ്പയ്ക്കും തോന്നി. അതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നത്? കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ളത് ഇവർ രണ്ടുപേരുമല്ലേ. ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ മറ്റൊന്നിനെ പറ്റിയും നമ്മൾ പേടിക്കണ്ട. ആ മോൻ നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പിന്നെ ആ മറിയത്തിന്റെ വാക്കിനാ ആ വീട്ടിൽ ഏറ്റവും വില. അവൾക്കിഷ്ടമായിട്ടാ മോളെ ചോദിച്ച് അവരെല്ലാവരും ഇങ്ങോട്ട് വന്നത്. മറിയമുള്ളിടത്തോളം ഇവളെ കരയിക്കാൻ അവിടെ ആർക്കും കഴിയില്ല. ലിയയെ നോക്കിക്കൊണ്ട് ഉമ്മാമ പറഞ്ഞു. ലിയയുടെയും ഷാനുവിന്റെയും ഉമ്മാമ്മമാർ ഇന്നാദ്യമായി പരസ്പരം കാണുന്നതാണെങ്കിലും അവർ തമ്മിൽ നല്ല കൂട്ടായി. ഈ സമയം കൊണ്ട് അവർ രണ്ടുപേർക്കും രണ്ട് കുടുംബങ്ങളെ പറ്റിയും ഒരു ധാരണയുമുണ്ടായി. ഉമ്മ ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലേ എന്ന ടെൻഷനിലായിരുന്നു ലിയ. എന്നാൽ ഉമ്മാമയുടെയും ഉപ്പയുടെയും സപ്പോർട്ടിൽ അവൾക്ക് ചെറിയ പ്രതീക്ഷയുണ്ടായി. മോളെ, നീ തന്നെ പറ, എന്താ നിന്റെ തീരുമാനം? അവളോടായി മൂവരും ചോദിച്ചു. അത് പിന്നെ, എനിക്കും ആ ഉമ്മാമയെ ഇഷ്ടമായി, പിന്നെ പയ്യനെയും. നാണത്തോടെ പറഞ്ഞുകൊണ്ടവൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഇനിയും താൻ മടിച്ചു നിന്നാൽ ചിലപ്പോ ഈ കല്യാണം മുടങ്ങും
എന്ന ഭയത്തോടെയാണ് അവൾ പെട്ടെന്ന് തന്റെ തീരുമാനം അറിയിച്ചത്. റൂമിലെത്തിയ ലേക്ക് ആകെ നാണം വന്നു. നേരത്തെ ഷാനുവിന്റെ മുന്നിൽ നിന്നതൊക്കെ ഓർത്തപ്പോൾ അവൾ മുഖം പൊത്തി. അവന്റെ കണ്ണുകളിൽ മറ്റെന്തിനേക്കാളുമേറെ അവൾക്ക് കാണാൻ സാധിക്കുന്നത് അവന്റെ പ്രണയമാണ്, തന്നോടുള്ള അടങ്ങാത്ത പ്രണയം. ആ നോട്ടം അവൾക്ക് താങ്ങാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനോട് ചേരണമെന്നവളും ആഗ്രഹിക്കാറുണ്ട്. ഈ സമയം ഷാനുവിന്റെ വീട്ടിലെത്തിയ അബ്ദുള്ള ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ വേഗം തന്റെ റൂമിലേക്ക് പോയി. പരിഭ്രാന്തിയോടെ അയാൾ തന്റെ പഴയ സാധനങ്ങളൊക്കെ വെക്കാറുള്ള ഒരു ബാഗ് അലമാരയുടെ മുകളിലെ തട്ടിൽ നിന്നും പൊടി തട്ടിയെടുത്തു. അതിൽ നിന്നും തന്റെ പഴയ ഒരു ഡയറിക്കായി അയാൾ തപ്പി. ഏറ്റവും അടിയിൽ നിന്നും പൊടി പിടിച്ച ആ ഡയറി എടുത്ത് അയാൾ ഒരു നിമിഷം തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പതിയെ അതിലെ താളുകൾ മറിച്ചു. അതിൽ ഒരു പേജിൽ പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ടതും അതിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു. എന്റെ സുഹറ. അയാൾ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഒന്നേങ്ങിക്കൊണ്ട് വിളിച്ചു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അയാളുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. താൻ ഇന്നും കോളേജ് വിട്ടുവരുന്ന വഴിക്കുള്ള യത്തീംഖാനയിൽ നിന്നും ജനലിലൂടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കാപ്പിക്കണ്ണുകൾ. തന്റെ നോട്ടം അങ്ങോട്ടാണെന്നറിയുമ്പോൾ പേടിയോടെ ജനലിന്റെ മറവിലേക്ക് മായുന്ന ആ സുന്ദരി. അവളെക്കുറിച്ച് ഓർക്കുന്തോടും അയാളുടെ മനസ്സിൽ തന്നെ കീറി മുറിക്കുന്നത് പോലുള്ള വേദന വന്നു നിറഞ്ഞു.